നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സിനിമാ ലോകത്ത് വിട പറഞ്ഞ രാഷ്ട്രീയത്തിൽ പുതുചരിത്രം എഴുതുകയാണ് തമിഴ്നാടിന്റെ ദളപതി വിജയ്. എന്നാൽ വിജയ് സിനിമയിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ മകൻ ജെയ്സൺ സഞ്ജയ് സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ചിരിക്കുകയാണ്. 2009 വേട്ടക്കാരൻ എന്ന ചിത്രത്തിൽ വിജയ്ക്കൊപ്പം ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട ജെയ്സൺ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ്. അച്ഛനെ പോലെ നായകനായിട്ടല്ല, ക്യാമറയ്ക്ക് പിന്നിൽ സംവിധായകനായിട്ടാണ് ജെയ്സന്റെ റീ എൻട്രി. തെലുങ്ക് താരം സന്ദീപ് കിഷനെ നായകനാക്കി ഒരുങ്ങുന്ന സിഗ്മ റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസിന് മുൻപ് നടന്ന അഭിമുഖവും ജെയ്സൺ സഞ്ജയ് നൽകിയ മറുപടികളുമാണ് സിനിമാ പേജുകളിലും പ്രധാന ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇപ്പോൾ തന്റെ കുടുംബവുമായി വിജയ് അകൽച്ചയിലാണെന്നും മകൻ വിജയോട് മിണ്ടാറില്ല എന്നും ചില തമിഴ് ഓൺലൈൻ മാധ്യമങ്ങളിൽ ഊഹാപോഹങ്ങൾ പരന്നിരുന്നു. അത്തരം അഭ്യൂഹങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അഭിമുഖത്തിനിടെ ഹോളിവുഡിൽ ജെയ്സൺ സ്റ്റാത്തിനൊപ്പം അവസരം ലഭിച്ചാൽ തമിഴിൽ ഏത് നടനെ തിരഞ്ഞെടുക്കുമെന്ന ചോദ്യത്തിന് ജെയ്സൺ നൽകിയ മറുപടി കയ്യടി നേടുന്നതായിരുന്നു. ഫസ്റ്റ് ഹീറോ അപ്പാത്ത, അതിനൊരു മാറ്റവുമില്ല. കാരണം അത് നല്ലൊരു കോമ്പിനേഷനാണ്. ജെയ്സൺ സ്റ്റാതം, അപ്പ, ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന കോംബോ നല്ല രസമായിരിക്കും. ജെയ്സൺ സ്റ്റാതം ഈ വീഡിയോ കാണുന്നതാണ് എന്റെ ആഗ്രഹം. കുട്ടിക്കാലം മുതലേ ഒരുപാട് സെറ്റുകളിൽ പോകുമായിരുന്നു. അത് ഒരു പ്രിവിലേജും എക്സ്പോഷറുമായിരുന്നു. ബാക്കിയുള്ളവർ സിനിമയെ ഒരു എന്റർടൈൻമെന്റ് ആയി മാത്രം കാണുമ്പോൾ എനിക്ക് സിനിമ മേക്കിംഗ് ജീവിതത്തിന്റെ ഒരു ഭാഗമായി തോന്നിയിരുന്നു. സിനിമ ഒരു ഹോബിയായി കണ്ടു തുടങ്ങിയത് അവിടെ മുതലാണെന്നും ജെയ്സൺ പറയുന്നുണ്ട്. വ്യക്തമായി ഈ വ്യവസായത്തെക്കുറിച്ച് പഠിച്ച ശേഷമാണ് താരപുത്രന്റെ വരവ്. സിഗ്മയാണ് സഞ്ജയുടെ സംവിധാനത്തിൽ ആദ്യം റിലീസാകാൻ പോകുന്ന സിനിമ. അടുത്തിടെ സിനിമയിലെ ഫസ്റ്റ് സിംഗിൾ റിലീസാവുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സിനിമയിലേക്ക് വരാനുള്ള കാരണവും കുട്ടിക്കാലത്തെ വിശേഷങ്ങളും എല്ലാം പങ്കുവച്ചിരിക്കുകയാണ് താരപുത്രൻ. തന്റെ സംസാരത്തിൽ ഇംഗ്ലീഷ് ആക്സന്റ് ഭാഷയിൽ ഉണ്ടാവില്ല. കാരണം താൻ വളർന്നതും പഠിച്ചതും തമിഴ്നാട്ടിലാണെന്ന് സഞ്ജയ് സംസാരത്തിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിജയുടെ മകനായിരിക്കുക എന്നത് പ്രിവിലേജ് ആണെങ്കിലും എനിക്കൊരിടം കണ്ടെത്തുക എന്നത് തന്നെയായിരുന്നു സിനിമയിൽ എന്റെ ഉദ്ദേശവും. കുട്ടിക്കാലത്ത് ഞാൻ ഒരു നൊട്ടോറിയസ് ആയ കിഡായിരുന്നു. ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. നിരവധി പ്രാങ്ക് കോളുകളൊക്കെ ചെയ്യുമായിരുന്നു. പരീക്ഷ മാറ്റിവെക്കുവാൻ വേണ്ടി കണക്ക് ടീച്ചറിനെ പ്രാങ്ക് കോൾ ചെയ്തത് പറ്റിച്ചിട്ടുണ്ട്. സിനിമ ആയിരുന്നില്ല പണ്ട് ആഗ്രഹം. കുട്ടിയായിരുന്നപ്പോൾ പൈലറ്റ് ആകാനായിരുന്നു ആഗ്രഹം. അതിനുശേഷം പിന്നീട് അത് ക്രിക്കറ്റ് എന്ന മോഹമായി മാറി. ആദ്യ IPL അപ്പയ്ക്ക് ഒപ്പമാണ് കണ്ടത്. അദ്ദേഹം അന്ന് അംബാസിഡർ ആയിരുന്നു. അങ്ങനെയാണ് എന്നെയും ക്രിക്കറ്റ് കാണാൻ കൂട്ടിക്കൊണ്ടുപോയത്. ബാറ്റിംഗ് ആണ് ഇഷ്ടം, പക്ഷെ ബൗളിംഗ് ആണ് എപ്പോഴും കിട്ടാറുള്ളത്. ബൗളിംഗ് ആണ് എനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നത്. +1 +2 എത്തിയപ്പോഴാണ് സിനിമയിൽ താല്പര്യം വന്നു തുടങ്ങിയത്. കോളേജിൽ എന്ത് വിഷയം പഠിക്കാനാണ് ആഗ്രഹം എന്നതിന് ചോദ്യം വന്നപ്പോഴാണ് ഫിലിം മേക്കിംഗ് തിരഞ്ഞെടുത്തത്. സ്റ്റോറി ടെല്ലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു കാര്യമായിരുന്നു. കുട്ടിക്കാലം മുതൽ വെറുതെ കഥകൾ ക്രിയേറ്റ് ചെയ്ത് കൂട്ടുകാരോട് പറയുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. പിന്നീട് എഴുതാനും തുടങ്ങി. ശേഷം കാനഡയിൽ ഫിലിം മേക്കിങ്ങിനായി ബന്ധപ്പെട്ട് ഒരു കോഴ്സ് ചെയ്തു. അവിടെ വെച്ചാണ് സിനിമയിൽ ഏത് മേഖലയിലേക്ക് എനിക്ക് താല്പര്യമെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കിയത്. ഫിലിം മേക്കിംഗ് പഠിക്കുന്ന സമയത്ത് ഗ്രൂപ്പായി പരസ്യ ചിത്രങ്ങളുടെ അണിയറയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ടൊറന്റോ ഫിലിം ഫെസ്റ്റിവലിൽ ഭാഗമായി നിരവധി വേൾഡ് സിനിമകൾ കാണാനുള്ള അവസരവും കാനഡയിൽ വെച്ച് ലഭിച്ചിരുന്നു. സിനിമ കാണുന്ന രീതി തന്നെ അതിനുശേഷം മാറിപ്പോയിരുന്നു. ഞാൻ അവിടെ വെച്ച് 2 സൗത്ത് ഇന്ത്യൻ സിനിമകൾ കണ്ടിരുന്നു. നിവിൻ പോളി സാറിന്റെ മൂത്തോൻ ആയിരുന്നു അതിലൊന്ന്. 5 വർഷം മുൻപ് റിലീസായ സിനിമയായിരുന്നു. അവിടെ വെച്ച് Q&A സെഷനിൽ പങ്കെടുക്കുവാനും അദ്ദേഹത്തെ മീറ്റ് ചെയ്യുവാനും സംസാരിക്കുവാനും അവസരം ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നും സഞ്ജയ് പറയുന്നുണ്ട്. സിഗ്മ എന്ന പേരിന് പിന്നിലെ കഥയും താരപുത്രൻ പങ്കുവെക്കുന്നുണ്ട്. സിഗ്മ എന്ന ടൈറ്റിൽ ഷൂട്ട് പാതി വഴിയിൽ എത്തിയപ്പോഴാണ് ഞങ്ങളിലേക്ക് എത്തിയത്. പല ടൈറ്റിലുകളും ആലോചിച്ചിരുന്നു. നായകനെ വർണ്ണിക്കുക എന്നതിലുപരിയായി എന്റെ സിനിമയുടെ കഥയെക്കുറിച്ച് ഒരു വിവരണം നൽകുവാനാണ് സിഗ്മ എന്ന പേര് ഞാൻ നിർദ്ദേശിച്ചത്. സിഗ്മ തമിഴിലും തെലുങ്കിലും റിലീസാകുമെന്നും സഞ്ജയ് പറയുന്നുണ്ട്. തമനാണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് നിർമ്മാണം. തന്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാക്കൾ ലൈക്ക പ്രൊഡക്ഷൻസ് ആണെന്നും അവരുടെ ആദ്യ ചിത്രം അച്ഛനെ നായകനാക്കി ഒരുക്കിയ കത്തിയായിരുന്നുവെന്നും ജെയ്സൺ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം തന്റെ ജീവിതത്തെ ഒരു സൈക്കിൾ പോലെയാക്കി എന്ന് തോന്നുന്നെന്നും പറഞ്ഞിരിക്കുകയാണ് താരം. ഒരു അനുഭവം നല്ലൊരു അനുഭവമാണ് ഇതെന്നും ജെയ്സൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്.